പ്രവാസ ജീവിതം കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നോട്ടാണ് സ്വന്തം നാട്ടിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നാട്ടിൽ വന്ന് കൃഷി ചെയ്യുന്നത്. മരുഭൂമിയിൽ എന്തൊക്കെ കൃഷി! അപ്പം പ്രകൃതിയായിട്ട് നമുക്ക് തന്ന വരദാനം 44 നദിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. വിദേശത്ത് പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ മരുഭൂമിയിൽ ഉപ്പ് അസിഡിറ്റി ഉള്ള മണ്ണിനകത്ത് ഉൽപ്പാദിക്കുന്ന ഗോതമ്പ്, ഉലുവ, നെൽകൃഷി വരെയുണ്ട്. അൽഗസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സൗദി അറേബ്യയിൽ നെൽകൃഷി വരെയുണ്ട്. ഇവിടെ മണ്ണറിഞ്ഞ് പണിതാ ആ ചെമ്മണ്ണിൽ കിട്ടണേനെ കാട്ടി 10 ഇരട്ടി ബെനിഫിറ്റ് കിട്ടും. ഉമിക്കരിയാക്കും. ഏതെല്ലാം രീതിയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെന്നറിയാം. ഇപ്പോഴും നോക്കൂ, എൻ്റെ എനർജി നോക്കൂ. ഞാൻ ഒരു കൊച്ചു പയ്യനെ കണക്കിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കാണുന്ന സന്തോഷം തന്നെയാണ്. ഈ പൂവാണ് ഈ കപ്പലണ്ടി ആണത്. ദാ വേര് വന്നിരിക്കുന്നത് കണ്ടോ? ഇതിന്നിപ്പോൾ ചരിച്ചു വെച്ച് മണ്ണിടും. ദാ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എന്ത് നല്ല വൃത്തിയുള്ള കപ്പലണ്ടി, മണലിലുണ്ടാവുന്ന കപ്പലണ്ടി ഇങ്ങനെ ഇരിക്കും. വേണ്ട, ഇത് അത്രയും വളഞ്ഞു കിടക്കുന്ന കപ്പലണ്ടിയാണ്. ഈ ഒരു കപ്പലണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ദൈവം എന്തുമാത്രം തരുന്നു. ഇതിനകത്ത് വല്ല ജോലിയുണ്ടോ? മണ്ണ് നോക്കിയാൽ, മണ്ണിന്റെ വിളക്കൂറ് നോക്കിയാൽ. ഗണപതി വള്ളി എന്നാണ് അറിയപ്പെടുന്നത്. കുറ്റി ഗണപതി വള്ളി. ചീര അതിന്റെ വിത്ത് കിടന്ന് പൊടിച്ചതാ. ഇപ്പം ഞാൻ കൃഷി ചെയ്തിട്ടില്ല. ഇത് 10 മിനിറ്റ് പോലും വേണ്ട, ചില വാടിപ്പോവും. അത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മാർക്കറ്റിൽ ഇരിക്കുന്ന ചീര നിങ്ങളെല്ലാവരും വിപണിയിൽ പോയി നോക്കണം. 2 ദിവസം ഇരുന്നാലും ചീര പാടൂല. ഇലിമ്പിക്ക പിടിക്കും, കണക്ക് പിടിക്കും. ഇലിമ്പിക്ക വെള്ളരി ഇത് കൃഷി ചെയ്തേക്കുന്നതല്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ മുളവിൻ്റെ ഇടയ്ക്കൂടെ 2 വെള്ളരി വിത്തിട്ടാണ്. നല്ല മാർക്കറ്റാണ്. ഒരേ സമയം 250 മുളക് പിടിക്കും. ഇത് തൈരിലെടുക്കുന്നതാണ്. തൈരിൽ ഇതാണ് നമ്മുടെ പഴയ നാട്ടിൽ മുമ്പൊക്കെ നമ്മൾ നടുന്ന മണിക്കുട്ടാൻ എന്ന് പറയുന്ന മരിച്ചീനി. ഇത് 18 മണിയും പയറല്ല, 22 മണിയും പയറാണ്. 19, 20, 21, 22 അരിയാണ്. ഇതിനകത്തൊന്നും ജോലിയൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഒരു ജോലിയില്ല. പയർ കുറച്ച് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്ത് പൈസ വാങ്ങിക്കുക. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവച്ച് നുള്ളിയെടുത്ത് കെട്ടി ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു കൊടുക്കും. കണവത്തോരൻ തിന്നും കണക്ക് മുഞ്ഞ നീറ് തിന്നളായി. വൈക്കോല് കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന 100% ലാഭകരമാണ്. കാരണം വെച്ചാൽ ഒരു കെട്ട് വൈക്കോല് 45-50 രൂപ. നമുക്ക് 25 രൂപയ്ക്ക് കെട്ട് പിടി കൊടുത്താൽ ലാഭമാണ്. ഉമി വരെ പൈസയാണ്. എന്തുകൊണ്ട് ആൾക്കാർ ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ മരിച്ചിനി കണക്കല്ല, നല്ല മരിച്ചിനി കാണും. വേണ്ട, 4 മാസമേ ഉള്ളൂ. മരിച്ചിന് 1 കിലോ മരിച്ചിന് മാർക്കറ്റിൽ 50 രൂപ. മാർക്കറ്റ് ഈ ചിറ്റാറ്റൊക്കെ ചന്തയില വിപണി പിടിച്ചിരുത്തണ ഞാനാണ്. അവർ വില കൂട്ടും, അപ്പം ഞാൻ പൊടികൊണ്ടിടും. ഇന്ന് നോക്ക്, നല്ല വെള്ളമുണ്ട്. ഇനി 1 മാസത്തോളം എനിക്ക് വെള്ളം കോരണ്ട. അതുകൊണ്ട് ഹാപ്പി. എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടും. ഞാനൊരു കർഷകനാണ്. കഠിനംകുളം പഞ്ചായത്തിലെ നിരവധി കൃഷി അവാർഡ് മേടിച്ച ഒരു കർഷകനാണ്. കുട്ടിയിലെ ഞാൻ കൃഷി കുടുംബത്ത് ജനിച്ചതാണ്. ഞാൻ അടുത്ത വീട്ടിലെ ഒരു അധ്യാപകൻ്റെ വീട്ടിൽ നിന്ന്, ഷൂമുട്ടി സാർ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വലിയച്ഛനാണ് എന്നെ കൃഷിയൊക്കെ പഠിപ്പിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഏജായപ്പോൾ ഒരു 10-20 വയസ്സായപ്പോൾ വിദേശത്ത് പോയി. അതുവരെ എനിക്ക് കൃഷിയായിരുന്നു, നെൽകൃഷി. ഈ പാടശേഖരത്തൊക്കെ നെൽകൃഷി. ഇവിടെ മൊത്തവും നെൽകൃഷിയായിരുന്നു. ഈ പാടശേഖരങ്ങളിൽ മൊത്തവും ഈ വലിയല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാടശേഖരമായിരുന്നു. ഈ അലായി ക്ഷേത്രത്തിനെ സമീപിച്ചിൻ്റെ പരിസരത്ത് വലിയ ക്ഷേത്രം ഭയങ്കര ഒരു പാടശേഖരങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നെൽകൃഷിയൊക്കെ ചെയ്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിസ വന്നപ്പോൾ, നമ്മൾ ദാരിദ്ര്യ ഒരു കുടുംബത്തിലുള്ളതാണ്. അത് കഴിഞ്ഞ് വിസ വന്നു. എനിക്കൊരാൾ വിസ തന്നു. ഗൾഫിൽ പോയി 23 വർഷം അവിടെ ഇരുന്ന് അവിടെ നിന്ന് കുറച്ച് കൃഷി മനസ്സിലാക്കി. മരുഭൂമിയിൽ സൗദിയിലാണ് ഇരുന്നത്. മരുഭൂമിയിൽ എന്തൊക്കെ കൃഷി, എല്ലാം അമേരിക്കൻ ടെക്നോളജിയാണ്. എന്തൊക്കെയെല്ലാം അവിടെ കൃഷി ചെയ്യുന്നു. അപ്പം പ്രകൃതിയായിട്ട് നമുക്ക് തന്ന വരദാനം 44 നദിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്ക് പുഴകളും പാടശേഖരങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ മനുഷ്യന് ജീവിക്കാം. ഈ പ്രവാസികളെല്ലാം ഗൾഫിൽ പോകുന്ന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജോലിയില്ല. മറ്റുള്ള ഇതിന് ശമ്പളത്തിൻ്റെതും മറ്റുള്ള ഇതും വരുമാനങ്ങളില്ലാത്തതുകൊണ്ട് എല്ലാവരും ഇരട്ടി ശമ്പളമായതുകൊണ്ട് നമ്മൾ വിദേശത്ത് പോകും. വിദേശത്ത് പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ മരുഭൂമിയിൽ ഉപ്പ് അസിഡിറ്റി ഉള്ള മണ്ണിനകത്ത് ഉൽപ്പാദിക്കുന്ന ഗോതമ്പ്, ഉലുവ, നെൽകൃഷി വരെയുണ്ട്. അൽഗസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സൗദി അറേബ്യയിൽ നെൽകൃഷി വരെയുണ്ട്. അപ്പം 44 നദിയുള്ള സംസ്ഥാനത്ത് ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ എനിക്ക് കുറച്ച് കൃഷിയെങ്കിലും ചെയ്ത് കുറച്ച് പേർക്ക് അന്നം കൊടുക്കണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ജൈവ പച്ചക്കറിയായിരുന്നാലും നെല്ലായിരുന്നാലും. അങ്ങനെ വന്ന് ഈ വയലിൽ, ഈ അധ്യാപകൻ്റെ വയലാണ്, ഷൂമുട്ടി സാറിൻ്റെ മേനകുളം അധ്യാപകൻ്റെ ഒരു വയലാണ്. അതിൽ കാട് കയറി കിടന്നുകൊണ്ട് ഞാനിവിടെ വന്ന് കിളച്ച്
ഉഴുത് മറിച്ച് ഇതിൻ്റെ ഇൻസിപ്പിലെല്ലാം വേരെല്ലാം അടച്ചിട്ട് സാറും കൂടെ സഹായിച്ച് ഞാൻ ഇത് നെൽകൃഷി ചെയ്യുന്ന വയലാണ്. 2 പ്രാവശ്യം നെൽകൃഷി ചെയ്യും, 1 പ്രാവശ്യം പയറിടും. ഇപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം തൊട്ട് മഴയുടെ പ്രശ്നം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 1 പ്രാവശ്യം നെൽകൃഷി ചെയ്തോളൂ. പിന്നെ നെൽകൃഷി ചെയ്തിട്ട് ഇപ്പം കപ്പലണ്ടി ചെയ്തിട്ടുണ്ട്. കപ്പലണ്ടി ഭയങ്കരമായിട്ട് ലാഭകരമാണ്. നിങ്ങളെല്ലാവരും കപ്പലണ്ടി ചെയ്യണം. കാരണം വെച്ചാൽ കപ്പലണ്ടിക്ക് ഭയങ്കര മാർക്കറ്റും ഇതിൻ്റെ കച്ചി പശുക്കൾക്ക് കൊടുത്ത ഇരട്ടിപ്പാൽ നല്ല കട്ടിയുള്ള പാലും കിട്ടും. ഇവിടെ ഉണക്കത്തെ ചെയ്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചീര, കപ്പലണ്ടി, അമരയ്ക്ക വേറെ ഒരു വയലിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വെള്ളരിക്ക, പിന്നെ മരിച്ചീനി 5-6 ഏക്കറോളം എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ എൻ്റെ പ്രസ്റ്റീജ് എന്താണെന്ന് പറഞ്ഞാൽ ജോലിക്കാർ ആരുമില്ല, ശരിക്കും ഒരു കർഷകനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ചെയ്തേക്കുന്ന 1 കിലോ കപ്പലണ്ടി ഇട്ടാക്കിയാണ്. 1 കിലോ കപ്പലണ്ടി വിത്താണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഈ വിത്ത് ഞാൻ മേടിക്കുന്നില്ല, ഇതിൻ്റെ വിത്ത് തന്നെ എടുത്ത് വെച്ച് ഇതിൻ്റെ വിത്ത് എടുത്ത് കുറച്ച് സൂക്ഷിച്ച് വെച്ച് അടുത്ത വർഷം ഈ കപ്പലണ്ടിയാണ്. ഇത്രയും എനർജിയുള്ള കപ്പലണ്ടി പാടശേഖരത്ത് കാണത്തില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുത്ത് സ്വന്തമായിട്ട് ഉണക്കി നല്ല വിത്ത് പാറ്റി നല്ല വെച്ച് കഴിഞ്ഞാൽ അതിനെ കണക്ക്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസം ഇന്നാണ്. കാരണം എന്ന് വെച്ചാൽ 2 മാസം കൊണ്ട് മഴയില്ല. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇത്രയും പുഷ്ടിയായിരിക്കും. ഒരു കർഷകനെ സംബന്ധിച്ച് നമ്മളെ ഇവിടെ മണൽ പ്രദേശമാണ്, ചെളി മണ്ണല്ല. ഇവിടെ വെള്ളം കോരുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മണ്ണറിഞ്ഞ് പണിതാ ആ ചെമ്മണ്ണിൽ കിട്ടണതിനെക്കാട്ടി 10 ഇരട്ടി ബെനിഫിറ്റ് കിട്ടും. കപ്പലണ്ടി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സില്ലിമീറ്റർ ഇത് ആയിരിക്കും ചെയ്യാന്നുള്ളതാണ്. കപ്പലണ്ടി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കപ്പലണ്ടി കൃഷി ചെയ്ത് 20, 25, 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ പൂ വരും. മഞ്ഞ പൂ വന്ന് അത് വാടിയതിന് ശേഷമേ കപ്പലണ്ടിയുടെ മൂട്ടിൽ മണ്ണ് വയ്ക്കാവൂ. കപ്പലണ്ടിയുടെ മൂട്ടിൽ നിന്ന് കപ്പലണ്ടി ഇറങ്ങത്തേയില്ല. അത് വേരിൽ നിന്നാണ് കപ്പലണ്ടി ഇറങ്ങുന്നത്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. കപ്പലണ്ടി ലൈവായിട്ട് ഇപ്പോൾ കാണിച്ചു തരും. മഞ്ഞപ്പൂവും കാണിച്ചു തരും, കപ്പലണ്ടി കാണിച്ചു തരും. എന്നിട്ട് വേര് വന്നിറങ്ങിയാണ് കപ്പലണ്ടിയിൽ മുട്ടിന് കപ്പലണ്ടി ഇറങ്ങും. പച്ചക്കപ്പലണ്ടി ഞാൻ കൊടുക്കുന്നത് 140, 150 രൂപ. എന്നാലും ആൾക്കാർ ഇഷ്ടം പോലെ മേടിക്കണം. നല്ല നിറ കപ്പലണ്ടിയാണ്. അവിടെ കിഴക്കൻ മണ്ണിലുള്ള കപ്പലണ്ടിയാണ്. നല്ല തൊണ്ടുള്ള വലിയ കപ്പലണ്ടി ആയിരിക്കും മണലുണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള പച്ചക്കപ്പലണ്ടി അവിക്കാനാണ് ആൾക്കാർ മാറ്റോണ്ട് പോകുന്നത്. കൂടുതൽ അവിക്കാനാണ് വായിക്കുന്നത്. ഞാൻ ഈ 150 രൂപ എന്ന് പറയുന്നത് 130 രൂപയ്ക്ക് ഞാൻ കൊടുക്കത്തില്ല. 10, 100 കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് 100 രൂപയ്ക്കാണ് കൊടുത്തത്. ഇപ്പം മാർക്കറ്റിൽ കപ്പലണ്ടിക്ക് വിലയുണ്ട്. അപ്പം വിപണിയിൽ അനുസരിച്ച് ഞാൻ കൊടുക്കും. ഇപ്പം മധുരക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഗണപതി വള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മധുരക്കിഴങ്ങ്, അത് 30 വർഷത്തിന് മുമ്പ് എൻ്റെ വള്ളി ഉള്ളതാണ്. ആ വള്ളി പാരയിലും ഇല്ല. കാരണം കുറ്റിച്ചെടി കണക്കിരിക്കും, പടർന്നു പോകില്ല. അതിൻ്റെ കിഴങ്ങ് ചോപ്പനാണ്. അത് ഡോക്ടർമാർ പറയണമെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് ഷുഗറിന് കഴിക്കാനാണ് പറയുന്നത്. ഇപ്പം ഞാൻ പലരും കേട്ട ഷുഗറിന് കഴിക്കാൻ പറ്റിയത് നാടൻ അമരയ്ക്ക, വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കുടിക്കണമെന്നോ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. മധുരക്കിഴങ്ങ് തിരക്കി പലവരും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് മധുരക്കിഴങ്ങ് ചെയ്തിട്ടുണ്ട്, അപ്പുറത്ത് മധുരക്കിഴങ്ങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മേടം 10ാമത് ആകുമ്പോഴാണ് ഇവിടെ വിത്തിറക്കണത്. അപ്പം ഈ കപ്പലണ്ടി പുഴുതിട്ട് അടുത്ത നെൽകൃഷി ചെയ്യും. ഞാൻ പൂവിൻ്റെ കാര്യം ഉന്നയിച്ചു. ഇതാണ് പൂ, കപ്പലണ്ടിയുടെ പൂ. ഇതാണ് കണ്ട പൂ, ഇതാണ് പൂ. ഈ പൂവാണ് ഈ കപ്പലണ്ടിയാണത്. ഈ പൂ കരിഞ്ഞ് ഇനി അത് കപ്പലണ്ടിയാവും. വേര് വന്നിരിക്കുന്ന കണ്ടോ, വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ പൂ വന്ന് കരിഞ്ഞു പോയതാണ്. പൂ വന്ന് കരിഞ്ഞ് വേരാ വന്ന് ഇതിന്നിപ്പോൾ ചരിച്ചു വെച്ച് മണ്ണിടും. ഇനി അവിടെ ഇരുന്ന് കപ്പലണ്ടി ആയിക്കോളും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇപ്പം കപ്പലണ്ടി ഇറങ്ങുന്നേ ഉള്ളു. ഇത് അത്രയും പേര് കപ്പലണ്ടി ആവാൻ പോകുന്നതാണ്. വേണ്ട, ഈ മഞ്ഞപ്പൂ കംപ്ലീറ്റ് കരിഞ്ഞ് പോയതിനു ശേഷമേ മണ്ണ് വയ്ക്കാവൂ. ഇത് മൊത്തം കപ്പലണ്ടിയാവും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറ്റുന്നതിൻ്റെ ഇരട്ടി വരും കപ്പലണ്ടി. വേണ്ട, എന്ത് നല്ല വൃത്തിയുള്ള കപ്പലണ്ടി. മറ്റേ ചെളി മണ്ണുമായിരിക്കും. ഇതിൻ്റെ ഒരു ഇരട്ടി കൂടെ വരും കപ്പലണ്ടി. മണലിലുണ്ടാകുന്ന കപ്പലണ്ടി ഇങ്ങനെ ഇരിക്കും. മാർക്കറ്റ് ഭയങ്കര മാർക്കറ്റായത്. ഇത് മൊത്തം കപ്പലണ്ടിയാവും.
ഈ വേരൊക്കെ ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ വേര് പൊട്ടി വരും, കംപ്ലീറ്റ് കപ്പലണ്ടിയാവും. എന്നിട്ട് മണ്ണ് വയ്ക്കും. ഇനിയിപ്പോൾ മഴയും കൂടെ വന്നുകൊണ്ട് കപ്പലണ്ടി ദിവസം എന്ന് പറഞ്ഞാൽ 100 ദിവസമാണ്. കപ്പലണ്ടി 3 മാസം എന്ന് പറഞ്ഞാൽ 100 ദിവസം കഴിഞ്ഞ് കപ്പലണ്ടി പുഴുവാകും. എളുപ്പം ശ്രദ്ധിക്കണം. അതായത് തലപ്പിലിരിക്കുന്ന കപ്പലണ്ടി മക്കായി പോവാതിരിക്കാൻ പിഞ്ചായിരിക്കും. അതുകൊണ്ട് 100 ദിവസം കഴിയുമ്പോൾ കപ്പലണ്ടി നടുന്നവർ കപ്പലണ്ടി പുഴുവാകും. പിന്നെ കപ്പലണ്ടി ഇടംപടി ഒരു പ്രത്യേകത, നമ്മൾ ഒരു കപ്പലണ്ടി എടുക്കുമ്പോൾ 2 കുരു കാണും. അത് തൊലിച്ച് കംപ്ലീറ്റ് വെച്ചതിന് ഒരു കാട്ട വേസ്റ്റിനകത്ത് സീഡോമോണസ് ലായനിക്കകത്ത് ഒരു 20-30 മിനിറ്റോളം മുക്കി വെച്ചിട്ട് കപ്പലണ്ടി നടാവും. അല്ലെങ്കിൽ ഉറുമ്പരിക്കും. ഇത്രയേ ഉള്ളൂ. കപ്പലണ്ടിക്കകത്ത് ഒരു കീടനാശിനികളും കയറില്ല, ഒന്നും കയറത്തില്ല. കപ്പലണ്ടി അതേ കണക്കിരിക്കും. വേണ്ട, ഇത് അത്രയും വളഞ്ഞു കിടക്കുന്ന കപ്പലണ്ടിയാണ്. അപ്പോൾ എത്ര രൂപ വരെ കപ്പലണ്ടി ഉണ്ടാവും? നമ്മൾ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഈ കിടക്കുന്ന പാടശേഖരങ്ങളൊക്കെ നമുക്ക് എടുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം കാശുണ്ടാക്കാമെന്നറിയാം. നമുക്ക് ജീവിക്കാം, നല്ലൊരു പോലെ ജീവിക്കാം, നാട്ടുകാർക്ക് നല്ല ഒരു ഇതാവും, നമ്മുടെ നാട്ടിൻ്റെ ഒരു സമ്പത്തുമാണ്. നല്ല രീതിയിൽ ഇതണക്ക് കൃഷി. ഇതിൻ്റെ കച്ചി നമ്മുടെ പോത്തുണ്ട്, എനിക്ക് ആടുണ്ട്, പോത്തുണ്ട്. പോത്തിന് ഞാൻ കൊടുക്കും. പിന്നെ പശുക്കളുള്ളവർക്ക് കച്ചി കൊടുക്കും. ഇത് മൊത്തം കപ്പലണ്ടിയാണ്. ഇതാണ് ഈ മഞ്ഞപ്പൂ ഇരുന്ന് കംപ്ലീറ്റ് അത് കയറ്റി. അത് ഇന്ന് തലപ്പിലൊന്നും മണ്ണ് വയ്ക്കാൻ പറ്റത്തില്ല. അത് ഈ രണ്ട് പരുവായിപ്പോൾ തലപ്പിലൊക്കെ ഇത് കണക്ക് മൊത്തം കിളിച്ചിൽ മഞ്ഞപ്പൂ വരും. ഇതൊക്കെ മഞ്ഞപ്പൂ മൂട്ടിൽ വന്ന് പോയതിന് ശേഷമാണ് വേരിറങ്ങി കപ്പലണ്ടി. അതാ ഇതെല്ലാം കപ്പലണ്ടി ആവാനുള്ളതാണ്. കണ്ട വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതാണ്ട കപ്പലണ്ടി ആയി വരുന്നു, കപ്പലണ്ടി ഉയരത്ത് വരുന്നു. ഇങ്ങോട്ട് കംപ്ലീറ്റ് കപ്പലണ്ടിയാണ്. ശ്രദ്ധിക്കേണ്ട ആൾക്കാർ കപ്പലണ്ടി മൂട്ടിനകത്ത് കപ്പലണ്ടി ഇറങ്ങത്തില്ല. മണ്ണ് വെച്ചാൽ മാത്രമേ കപ്പലണ്ടി ഇട്ടുള്ളൂ. ഇതിന് 4 ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഒരു കപ്പലണ്ടി. ഈ ഒരു കപ്പലണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ദൈവം എന്തുമാത്രം തരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് വല്ല ജോലിയുണ്ടോ? ഒരു ജോലിയില്ല. 100 ദിവസമാകുമ്പോൾ നമുക്ക് തരുന്നു. നിങ്ങളെ വീട്ടിൽ ചാക്കിനകത്ത് വെച്ച് കൃഷി ചെയ്യാം. ചാക്കിനകത്ത് കോളിഫ്ലവർ മറ്റുള്ള ഇതിനകത്ത് ചെടിച്ചട്ടിക്ക് ചെയ്യാം. ചെടിച്ചട്ടിയിൽ ഈ 2 കുരു കപ്പലണ്ടി ഇട്ട് നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് എടുക്കാം. എന്തിനാണ് സാധനങ്ങൾ മാറ്റി നമുക്ക് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത്? ഇത് മൊത്തം കപ്പലണ്ടിയാണ്. വളപ്രയോഗം ഇതിനകത്ത് നെല്ലിൻ്റെ കച്ചി കിടപ്പുണ്ട്. കണ്ട, നെല്ലിൻ്റെ അറുത്ത കച്ചിയാണ്. കംപ്ലീറ്റ് ബാക്കി വെട്ടി കമത്തിയാണ്. ഇത് നോക്കിയേ, മണ്ണ് നോക്കിയേ, മണ്ണിൻ്റെ വിളക്കൂറ് നോക്കിയേ. ഇത് തന്നെ ഒന്നഴിവിയാൽ മറ്റൊന്ന് വളമാവും, ഒന്നഴിവിയാലേ മറ്റൊന്ന് വളമാവുള്ളൂ. നമ്മൾ നെൽകൃഷി ചെയ്തിട്ടതിന് ശേഷം പയർ കൃഷി ചെയ്യുമ്പോൾ അടുത്ത നെൽകൃഷി ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് നൈട്രോജൻ എന്ന് പറയുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിക്കും. പയറൊക്കെ കൃഷി ചെയ്യുമ്പോൾ നൈട്രോജൻ എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കും. ഇനി അടുത്തത് നമ്മൾ ഈ തോലെല്ലാം കൂടെ, ആവശ്യമുള്ള തോലെല്ലാം കൂടെ വെട്ടി ചാലിലിട്ട് കുമ്മായവും ഈ തോലുകളെല്ലാം കൂടെ വെട്ടികൂടി കക്കയിട്ട് 20 ദിവസത്തോളം ഇട്ടതിന് ശേഷമാണ് അടുത്ത നെൽകൃഷി ചെയ്യുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ എന്നെ കൃഷി പഠിച്ച അപ്പൂപ്പന്മാരൊക്കെ പണയ്ക്കാത്ത കൃഷി ചെയ്താണ്. ഇത് ഇവിടെ അറിയപ്പെടുന്ന വേറെ ഉള്ള മേഖലയിൽ എന്താ അറിയപ്പെടുന്ന എനിക്ക് ഇത് ഗണപതി വള്ളി എന്നാണ് അറിയപ്പെടുന്നത്. കുറ്റി ഗണപതി വള്ളി. ഇത് പടന്നു പോകത്തില്ല. മറ്റേ മധുരക്കിഴങ്ങൊക്കെ പടന്നു പോകും. ഇത് പടന്നു പോകത്തില്ല. ഇത് അങ്ങനെ നിൽക്കും. മൂട്ടിൽ നല്ല കിഴങ്ങാണ്. ഇപ്പം കെട്ടി 45 ദിവസമായാലും വേര് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം തോണ്ടി കാണിച്ചാലും കിഴങ്ങൊന്നും കാണത്തില്ല. വേര് മാത്രമേ കാണത്തുള്ളൂ. കിഴങ്ങായി വരണതേ ഉള്ളൂ. ചോപ്പനാണ്. 45 ദിവസം ആയുള്ളൂ. 100 ദിവസം വേണം. ഇതിൻ്റെ മുട്ടിൽ പുറ്റ് കണക്ക് കിഴങ്ങാണ്. ഈ വള്ളി ഇപ്പം മിക്കവാറും ഉള്ള സ്ഥലത്ത് കാണൂല. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ വള്ളി കാണുള്ളൂ. ഈ വള്ളി അപൂർവ്വം കാണുള്ളൂ. ഇതിൽ കീര നട്ടു, കീര പുഴുതു. ഇപ്പം പുഴുതു 20 ദിവസം 25 ദിവസമായി മൊത്തം കീര നട്ടിരുന്നു. ചീര പുഴുതുകൊണ്ട് പോയി. അതിൻ്റെ വിത്ത് കിടന്ന് പൊടിച്ചതാ. ചീര അതിൻ്റെ വിത്ത് കിടന്ന് പൊടിച്ചതാ. ഇപ്പം ഞാൻ കൃഷി ചെയ്തിട്ടില്ല. ഇത് ഓർഗാനിക് ഫുഡാണ് കിടക്കുന്നത്. ആട്ടും പുളക്കാണ് കിടക്കുന്നത്. നല്ലപോലെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ചീര നിൽക്കുന്ന ചീരയില ഇല നോക്കി. എപ്പോഴും ചാണകത്തിൽ നിൽക്കുന്ന ചീരയില ഇല വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ ഇല ഇരിക്കുന്ന 15 മിനിറ്റ് 10 മിനിറ്റ് പോലും വേണ്ട, ചില വാടിപ്പോവും. അത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മാർക്കറ്റിൽ ഇരിക്കുന്ന ചീര നിങ്ങളെല്ലാവരും വിപണിയിൽ പോയി നോക്കണം. 2 ദിവസം ഇരുന്നാലും ചീര വാടൂല. അത് കെമിക്കൽ വെള്ളം മുക്കി വെക്കുന്നതാണ്. ഈ കീരയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് തന്നെ വാടി കുഴഞ്ഞു പോകും. അതേ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിയപ്പലയും പച്ചമുളക് എല്ലാം നോക്കൂ, വാടൂല. അത്
നമ്മൾ മേടിച്ച് നമ്മുടെ പേരക്കുട്ടികൾക്കൊക്കെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന ആ ഫുഡാണ്. നമ്മൾ നോക്ക് വെരി സിമ്പിൾ. ഇതിനകത്ത് ഒന്നും ഞാൻ ഒരു കൃഷിയും ചെയ്തിട്ടില്ല. കീര പുഴുത് മാർക്കറ്റിൽ പോയി അതിൻ്റെ വിത്ത് പടന്ന് പൊടിച്ചതാണ് ഇത്രയും. ഇങ്ങോട്ട് വേടാ. ഇത് വീറ്റെന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. വീറ്റെന്ന് പറയും. മടത്തറ വനത്തിനകത്ത് കൃഷി ചെയ്ത് പഠിക്കാൻ പോയപ്പം ഒരു 10 വർഷത്തിന് മുമ്പേ ഒരു കുട്ടി കൊണ്ടുവന്നായിരുന്നു. അത് ഒരു 5-6 പരമ്പരയായി. ഇതിന് 2.5 വയസ്സ് പ്രായമുണ്ട്. ഇതിൻ്റെ കുട്ടിയൊക്കെയാണ് തോന്നാൻ നിൽക്കുന്നത്. 72 കിലോ ഒക്കെ വരും. 72 കിലോ. പക്ഷേ ഇടിക്കത്തില്ല. ഉപദ്രവിക്കുന്നില്ല. കൊച്ചു പിള്ളേരും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നാടൻ ഭക്ഷണമൊന്നും കൊടുക്കണം, വേറെ ഒന്നും കൊടുക്കത്തില്ല. പരത്തി പിണ്ണാക്ക് കൊടുക്കത്തില്ല, വേറെ ഒന്നും കൊടുക്കത്തില്ല. ഇത്തിരി അരിയാഹാരം കൊടുക്കാൻ പാടില്ലെന്നാണ് പറയണത്. നമ്മൾ കൊടുക്കും. ഇത്തിരി പുളിയരി നിശേഷം കൊടുക്കത്തില്ല. കൊടുക്കുന്നത് ശാലം പരത്തി പിണ്ണാക്ക്, പുല്ല്, നമ്മുടെ മരിച്ചിനീരൊക്കെ കൊണ്ടയൊക്കെ ഉണക്കിയിട്ട് കൊടുക്കും. മറ്റേ വാഴത്തോല് അത് ഇതൊക്കെ കൊടുക്കും. നല്ല ഇണങ്ങിയാണ്. കൊച്ച് എൻ്റെ മോള് വരെ അടുത്ത് നിന്ന് ഒന്നും ചെയ്യില്ല. മറ്റേ കിടായാണെങ്കിൽ കോരിക്കളയും. അടുത്ത് നിന്ന് കഴിയുമ്പോൾ കോരിക്കളയും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താടിയുണ്ട്. താടി കുറച്ച് നേരത്തെ കുട്ടി താടി വെട്ടിയായിരുന്നു. ഇപ്പോൾ കുറച്ച് വെട്ടിക്കളഞ്ഞുകൊണ്ട് താടിയുണ്ട്. ശാന്തത. ഇത് കിടാ വളർത്താനും ഭയങ്കര ആദായമുള്ള ഒരു ബിസിനസ്സാണ്. ഇതിൻ്റെ കാഷ്ടങ്ങളാണ് ഞാൻ കൃഷിയെടുത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. 10-25 ഉണ്ടായിരുന്നു. ഇപ്പോൾ 15 കൊടുത്തു. ഇനി 10 ഉണ്ട്. ഇത് അമരക്കയാണ്. അമരക്ക നമ്മുടെ തമിഴ്നാട്ടിലെ ഈ പച്ചക്കറിയിലൊക്കെ ഇട്ട് അവിയൽ വയ്ക്കാനും തോരൻ വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന അമരക്കയാണ്. ഇതാണ് നമ്മുടെ ഷുഗറിന് കഴിക്കാനെ കൊണ്ട് ഏറ്റവും നല്ല നാടൻ. ഇത് ഭയങ്കര കൃഷിയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചേ കൃഷി ചെയ്തിട്ടുള്ളൂ. ഇത് പറിച്ച് കൊണ്ട് കൊടുക്കണം. മൂട്ടീനെയൊക്കെ പറിച്ചു പോയി പ്രായമായി. ഇഷ്ടം പോലെ കൃഷി ചെയ്യാം. കുറ്റി ചെടി കണക്ക് കൃഷി ചെയ്യാം. ഇതെല്ലാം അമരക്കയുടെ പൂവാണ്. ഇഷ്ടംമാതിരി പിടിക്കും. 1/2 കിലോ 50 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ആവശ്യക്കാർ ഏറെ ഉണ്ട്. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്തിരിക്കുന്നത്. ഇഷ്ടംമാതിരി പിടിക്കും. താങ്ങി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചരിഞ്ഞ് കിടക്കുന്നത്. ഇപ്പുറത്തും കിടപ്പുണ്ട്. ഇഷ്ടംമാതിരി പിടിച്ച് കിടപ്പുണ്ട്. ഇതാണ്ട ഇലിമ്പിക്ക പിടിക്കും. കണക്ക് പിടിക്കും. ഇലിമ്പിക്ക എങ്ങനെ പിടിക്കും അതേ കണക്ക് പിടിക്കും. എല്ലാവർക്കും ഇത് പരീക്ഷിക്കാം. ഇതാണ്ട ഇതിനകത്ത് ഒരു ഉടായ്പ ഒന്നുമില്ല. നമ്മുടെ തമിഴ്നാട്ടിലെ വിഷ സാധനങ്ങളെല്ലാം ആൾക്കാർക്ക് മാച്ചുകൊണ്ട് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് 2 ചെടിച്ചട്ടിക്കകത്ത് നമുക്കിത് കൃഷി ചെയ്തുകൂടാ? ഇതാണ്ട ഇത്രയും വലിയ അമരക്ക കിട്ടത്തുമില്ല. നമ്മുടെ വീട്ടിൽ ചെയ്യാന്നുള്ളതാണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. തിരിച്ചാണ് പ്രകൃത ഇഷ്ടംമാതിരി കിടപ്പുണ്ട്. താങ്ങി നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ചാഞ്ഞ് കിടക്കുന്നത്. ചാഞ്ഞ് കിടന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. വെള്ളരി ഇത് കൃഷി ചെയ്തേക്കുന്നതല്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ മുളവിൻ്റെ ഇടയ്ക്കൂടെ 2 വെള്ളരി വിത്തിട്ടാണ് കാച്ചു കിടപ്പുണ്ട്. ഇഷ്ടം പോലെ പറിച്ച് തീർന്നു. ഇതിൻ്റെ വെള്ളരിയിലേക്ക് തീർന്നു. എന്നാലും കിടപ്പുണ്ട്. ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നല്ല വെള്ളരി സൈസ് വെള്ളരിയാണ്. ആന വെള്ളരിയാണ് ഇതിൻ്റെ പേര്. ഒരു വെള്ളരി 2.5-3 കിലോ വരും. ഇതിൻ്റെ വിത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് മാലി മുളവെന്ന് പറയുന്ന ഒരു മുളവാണ്. നല്ല മാർക്കറ്റാണ്. ചെടിച്ചട്ടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇലിമ്പിക്ക പിടിക്കണം. ഒരേ സമയം 250 മുളക് പിടിക്കും. നമുക്ക് എന്ത് പൈസ മീൻ വായ്ക്കാനോ മറ്റുള്ള കാര്യത്തിനോ വീട്ടിലെ ആവശ്യത്തിനോ എന്തൊക്കെ വായിക്കാം. മുളക് കാച്ചു കിടക്കുന്നുണ്ടോ? നല്ല അടിപൊളി മുളകുകളാണ്. മാർക്കറ്റിൽ ഇത്രയും നല്ല മുളകൊന്നും കിട്ടത്തില്ല. ഇതിനെ പറയുന്ന മാലി മുളവെന്നാണ്. കൃഷിഭവനിൽ നിന്ന് വിത്ത് കിട്ടും, തൈ കിട്ടും, എല്ലാം കിട്ടും. ഇത് പറിച്ച് തീർന്നു. ഇത് തൈരിലെടുക്കുന്നതാണ്. തൈരിലിട്ട് നമ്മളെ വെള്ളക്കാന്താരിയിലും പകരം കതിരിയിട്ട് കുടിക്കുന്നതാണ്. കേട്ടാ ഇഷ്ടം പോലെ പിടിക്കും. കൃഷിഭവനിൻ്റെ വിത്ത് കിട്ടും, തൈ കിട്ടും. 2 രൂപയും കണ്ടേ ഉള്ളൂ. നിങ്ങൾ മേടിച്ചുകൊണ്ടെന്ന് ചെടിച്ചട്ടിയിൽ നടണം. ഇവിടെ ഇഷ്ടം പോലെ പിടിക്കും. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് മോര് വെള്ളം കുടിക്കാറുണ്ട്. മോര് വെള്ളത്തിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇതും ഒരു വയലിൽ നെൽകൃഷി ചെയ്യുന്ന വയലാണ്. ഞാൻ പച്ചക്കറി ഇട്ടിരുന്നു. പച്ചക്കറി വെണ്ടയ്ക്കെല്ലാം മൊത്തം പറിച്ച് തീർന്നു. അടുത്ത നെൽകൃഷിക്ക് വേണ്ടി 10-ാം വേദത്തിന് നെല്ല് നടാനെ കൊണ്ടിട്ടേക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ സൈഡിൽ വെണ്ടയ്ക്ക ഉണ്ടാവത്തില്ല. ചോലയാണ്. തെങ്ങിൻ്റെ ചോല ഉള്ളിടത്ത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. അവിടെ ചോപ്പൻ ചീനി വെള്ളി ഇട്ടിരിക്കുന്നു. അതിപ്പം 3 മാസം ആകുമ്പം ഒരു 50 ദിവസം ആയിട്ടുണ്ട്. ഇതിൽ കിഴങ്ങ് ഏകദേശം ചിലപ്പോൾ ഇറങ്ങി കാണാം. കുറച്ച് ചീനി വെള്ളി ഇട്ടിട്ടുണ്ട്. അത് മധുരക്കിഴങ്ങ്. അടുത്തത് ഇനി അങ്ങോട്ടുള്ളതെല്ലാം മരിച്ചീനിയാണ്. നല്ല മരിച്ചീനിയാണ്. ഇത് 4 മാസമായി. മരിച്ചീനിയുടെ മൂട്ടി കിടക്കുന്ന സാധനങ്ങൾ നോക്കും. ഇതാണ് മരിച്ചീനിയുടെ മൂട്ടി കിടക്കുന്ന കോഴിക്കാരോ ആട്ടുമ്പുളക്ക്. വേണ്ട ഇതിനകത്തൊക്കെ നല്ല മരിച്ചീനി കാണും. ഇതാണ് നമ്മുടെ പഴയ നാട്ടിൽ മുമ്പൊക്കെ നമ്മൾ നടുന്ന മണിക്കുട്ടാൻ എന്ന് പറയുന്ന മരിച്ചീനി. ഇതിപ്പം ഇവിടെ കൂടുതൽ നടാറില്ല. നടാൻ നമ്പർ 4 എന്ന് പറയുന്ന സാധനമാണ്. അത് N4ൻ്റെ വേറൊരു പതിപ്പാണ്. നല്ല കിഴങ്ങ് ഏത് സമയം വേവും. ഇതാണ് ആനക്കൊമ്പനകത്ത് കടലമണക്കണക്കെ ഇരിക്കുന്ന കാ വരും. ഇത് കാ വരും. കടലമണക്കിൻ്റെ കാ കണക്കിരിക്കും. ഒരു 15-20 ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് കായായി വരും. മറ്റേ മരിച്ചീനി കണക്കല്ല, നല്ല മരിച്ചീനി കാണും. ഇതാണ്ട 4 മാസമേ ഉള്ളൂ.
ഇത് കണക്ക് എല്ലാവരും കൃഷി ചെയ്യണം. കൃഷി ചെയ്താൽ മാർക്കറ്റിനകത്ത് 10-20 രൂപ മാർക്കറ്റിൽ മരിച്ചിന് 1 കിലോ മരിച്ചിന് മാർക്കറ്റിൽ 50 രൂപ. ഞാൻ മാർക്കറ്റ് ഈ ചിറ്റാറ്റൂർ ചന്തയില വിപണി പിടിച്ചിരുത്തണ ഞാനാണ്. അവർ വില കൂട്ടും, അപ്പം ഞാൻ പിടികൊണ്ടിടും. എൻ്റെ കയ്യിൽ എപ്പോഴും മരിച്ചിനെയാണ്. ഒരു വർഷം ഞാൻ ഒരു 15,000 കിലോ മരിച്ചിന് എൻ്റെ കണക്കിൽ ഞാൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ജീവിതം ഞാൻ ഒരു 6 മണിക്കൂർ ഒരാൾ ഉറങ്ങും, 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് പറയുന്നത്. ഞാൻ ഒരു 6 മണിക്കൂർ ഉറങ്ങും, നല്ല ഉറങ്ങും. ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പം ഞാൻ എൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാം വെച്ചിട്ട് കുളിച്ച് വല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇതൊക്കെ എന്തെങ്കിലും ലഘു ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ച് 3 മണിക്കാണ് മറ്റുള്ള ചോറുകൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. വലുതായിട്ട് കഴിക്കത്തില്ല. വെള്ളവും കൂടുതലാണ്, മോര് വെള്ളമാണ് കുടിക്കുന്നത്. ഒരു 6-7 മണിക്കൂർ ഉറങ്ങും. ഉറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ ഉറങ്ങും. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കൃഷിയുടെ കൂടെ. അങ്ങനെ ലയിച്ചു പോയി എൻ്റെ ജീവിതങ്ങളെല്ലാം. നീ അങ്ങനെ ആയിപ്പോയി. രാത്രി ഒരു 11-12 മണിയാവും ന്യൂസ് കണ്ടിട്ട് കിടക്കുമ്പം 3-4 മണിയാകുമ്പോൾ എഴിച്ചിട്ട് കൂടുതലും ഉറങ്ങുന്ന പകലാണ്. ഉച്ചയ്ക്കൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നത്. ആ സമയം നമുക്ക് ടൈം കിട്ടാറുള്ളത്. ഇപ്പം ചൂടത്താകുമ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് ഇന്നലെ വരെ കരച്ചിലായിരുന്നു എനിക്ക്. ദൈവം നമുക്ക് ഒരു തുട തന്നു. ഇന്നലെ നല്ല മഴ പെയ്തു. ഇന്ന് തൊട്ട് ഞാൻ ഫ്രീയാണ്, ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ കിഴക്കൻ മേഖല കണക്കല്ല, തീരദേശ മേഖലയാണ്. മണ്ണ് ഉടനെ ചൂട് തിളച്ചാവും. ഇന്ന് നോക്ക് നല്ല വെള്ളമുണ്ട്. ഇനി 1 മാസത്തോളം എനിക്ക് വെള്ളം കോരണ്ട. അതുകൊണ്ട് ഹാപ്പി. എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടും. ഇത്രയോ അപ്പം കീര പുഴുവാൻ സമയത്ത് അതിന് പയർ കുത്തും നമ്മൾ. അപ്പം ഒരേ സമയത്ത് 2 പക്ഷി ചീര നട്ടിരുന്ന മൊത്തം ഇതിനകത്ത് ചീര നട്ടിരുന്ന ചീര ഒരുമാതിരി മുറിക്കാറാകുമ്പോഴത്തെ മുറിച്ച് ഏകദേശം പോകാറാകുമ്പോൾ ഒരു 10-15 ദിവസം പയറിടും. പയറിട്ട് കൊടിയും കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കമ്പുകളും അത് നോക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ചീരയായി നിൽക്കുന്ന പട്ടി കയറി ശല്യം ചെയ്യില്ല. ഇത് 18 മണിയും പയറല്ല, 22 മണിയും പയറാണ്. ഇത് ചെറിയ പയറല്ല, വലിയ പയറാണ്. ഇത് നല്ല വലുതാവും, നല്ല നീളാവും, ഇത്ര നീളാവും. ഇപ്പോൾ വന്നതേ ഉള്ള 18 മണിയനല്ല, 22 മണിയും പയറാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22 അരിയാണ്. ഇത് ഇത്ര സൈസ് ആവില്ല, ഇനി വലുതാവും. ഇത് ഉണക്കായതുകൊണ്ടാണ്. ഇപ്പം ഇന്നലെ മഴ പെയ്തു. അതിൻ്റെ പയർ നീളം ഇതാണ്, നല്ല സൈസ് പയറായിരിക്കും. പെരമ്പ് തണ്ട് കണക്കിരിക്കും. ഇത് ഉണക്കായതുകൊണ്ടാണ്. ഇന്നലെ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കും. നീ വരുന്നതെല്ലാം നല്ല പെരമ്പ് തണ്ട് കണക്കുള്ള പയറായിരിക്കും. ഇന്നിപ്പോൾ അടുത്ത മഴ ആയതുകൊണ്ട് മഴ കിട്ടിയോണ്ട് താണ്ട നല്ല ബെയ്റ്റുള്ള പയറായി. മണൽ പ്രദേശത്ത് കിട്ടുന്ന നല്ല പയർ, നല്ല ബെയ്റ്റുള്ള പയറായിരിക്കും. ഇതിൽ നിന്ന് തന്നെ വിത്തെടുക്കും. നമ്മൾ അടുത്തത് നല്ല ജാതി പയറാണ്. ബെറ്റക്കൊടിയൊക്കെ കിട്ടുന്നത് വേറെ സിമ്പിളാണ്. ഇതിനകത്തൊന്നും ജോലിയൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഒരു ജോലിയില്ല. പയർ കുറച്ച് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങിക്കുക. മുഞ്ഞ പിടിച്ചിട്ടായിരിക്കും. മുഞ്ഞയ്ക്ക് ഞാൻ എന്താണെന്ന് അറിയാൻ ചെയ്യണത്, നല്ല ഉച്ചയാകുമ്പം നീറിൻ്റെ കൊലയ്ക്കകത്ത് നൈസറിക്കകത്ത് കയറുമ്പോൾ ഈ നീറ് കൂട്ടിനകത്ത് കയറും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവച്ച് നുള്ളിയെടുത്ത് കെട്ടി ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു കൊടുക്കും. കണവത്തോരൻ തിന്നും കണക്ക് മുഞ്ഞ നീറ് തിന്നിളയും. അപ്പം നീറെന്ന് പറയുന്ന പയറിന് ഉൽപ്പാദനം തരുന്നതാണ്. അത് അരിച്ചരിച്ച് ഈ മുഞ്ഞ അത്രയും വിഴുങ്ങും. ഇപ്പം ഇതിനകത്ത് മുഞ്ഞ ഇല്ല. എൻ്റെ വീട്ടിൽ ഞാനിപ്പം എനിക്ക് 3-4 എനിക്ക് പ്രവാസ ലോകം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്താ സഹോദരിമാരെ കെട്ടിച്ച ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് നമ്മുടെ അവിടുത്തെ ജീവിതം കഴിഞ്ഞ് വന്നപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിഞ്ഞു. ഞാൻ നല്ലൊരു പെയിൻറ്ററും നല്ല മേസനുമാണ്. അപ്പം എനിക്ക് തോന്നിയ ഒരു ആശയമാണ്, കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഞാൻ ജീവിക്കുന്നു. നിങ്ങളെല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതാണ് ഈ കിടക്കുന്ന പാടശേഖരങ്ങളെല്ലാം 100% നെൽകൃഷി ചെയ്യാൻ പറ്റിയ യോഗ്യമായ മണ്ണാണ്. വൈക്കോല് കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന 100% ലാഭകരമാണ്. കാരണം വെച്ചാൽ ഒരു കെട്ട് വൈക്കോല് 45-50 രൂപ. നമുക്ക് 25 രൂപയ്ക്ക് കെട്ട് പിടി കൊടുത്താൽ ലാഭമാണ്. ഉമി വരെ പൈസയാണ്. എന്തുകൊണ്ട് ആൾക്കാർ ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
പ്രവാസ ജീവിതം കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതാണ് സ്വന്തം നാട്ടിൽ നമ്മുടെ ദൈവത്തിൻ്റെ നാട്ടിൽ വന്ന് കൃഷി ചെയ്യുന്നത്. ഞാനൊരു ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ നെല്ല് കൊടുക്കുന്ന എന്തിനാണെന്ന് പറയുന്നത്, ബസ്മതി എന്ന അരി എന്ന് പറയുന്നത് നമുക്ക് അവിച്ച് കുത്താൻ ബസ്മതി ആക്കാനും പറ്റത്തില്ല. അത് വേറെ വർക്കുകളുണ്ട്, ആവി കയറ്റി തൊലിച്ച് ഗ്രാഫ് ചെയ്ത് ഇതൊക്കെ വരും. അത് മറ്റുള്ള സംസ്ഥാനത്തേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പച്ചനെല്ല് അരിയാക്കി, പച്ചനെല്ല് നമ്മളെടുത്ത് ഉണക്കി പൊടിച്ച് പച്ചനെല്ലാക്കും, പച്ച അരിയാക്കും. പച്ച അരിയാക്കി 80% അതിൻ്റെ തവിട് അതിനകത്തുണ്ടാവും. എന്നിട്ട് 1 കിലോ വെച്ച് പാക്ക് ചെയ്ത് എല്ലാവർക്കും ആറ്റോക്കോവിൽ പൊങ്കാലയ്ക്കും 10 ദിവസം മുമ്പേ ഞാൻ ഇവിടെ പോസ്റ്ററുകളൊക്കെ എഴുതി വയ്ക്കും. എല്ലാവരും വീട്ടിൽ നിന്ന് വാച്ചുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ എന്തൊരു സ്വാദ്, നല്ല പൈസയും. ഉമിക്കരിയാക്കും. ഏതെല്ലാം രീതിയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെന്നറിയാം. ഞാൻ 22 വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, 21 വർഷം കൊണ്ട് ഇവിടെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ നല്ലപോലെ ഹാപ്പിയാണ്. എനിക്ക് 61 വയസ്സ് കഴിഞ്ഞു. എനിക്കിപ്പോൾ പെൻഷനായി തുടങ്ങി. എനിക്കിപ്പോൾ പെൻഷനായി 61 വയസ്സ് ഇപ്പം എനിക്കായി. ഇപ്പോഴും നോക്കൂ, എൻ്റെ എനർജി നോക്കൂ. ഞാൻ ഒരു കൊച്ചു പയ്യനെ കണക്കിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കാണുന്ന സന്തോഷം തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം നിറഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മഴ പെയ്തു. ഇവിടെ മാത്രമല്ല, ഈ മേഖലയിലൊക്കെ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഒട്ടുമുക്കാ ഭാവം മഴ പെയ്തു. അതുകൊണ്ട് എനിക്ക് സന്തോഷം.